ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഏകദേശം 2 മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ നിങ്ങളുടെ വിശേഷം ചോദിക്കാനും ഇങ്ങനൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ വരുന്നത്. എന്തായിരുന്നു ഇത്രയും നാൾ വീഡിയോ ഇടാഞ്ഞെന്ന് ചോദിച്ചാൽ അതൊരു വലിയ കഥയാണ് ഗൈസ്. അത് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ചുരുക്കി പറയാം. ഒന്നൂടെ തുടങ്ങാമിനി. അയ്യോ, എൻ്റെ പാട്ട് കേട്ട് ആരും ഓടിപ്പോവല്ലേ. ഒന്നുകൂടി തുടങ്ങാൻ പോവാണ് ഞാൻ നമ്മുടെ യൂട്യൂബ് ജേണി. ഇന്ന് എന്തായാലും ഒരു നല്ല തുടക്കമായിരിക്കും എന്നാണ് എനിക്ക് ഉറപ്പ്. കാരണം ഇന്ന് കർക്കിടകം ഒന്നാണല്ലോ. എന്തായാലും ഇന്നലെ എനിക്ക് ദൈവം വലിയൊരു സന്തോഷം തന്നതുകൊണ്ട് തന്നെ രാവിലെ ദേവിയെ പോയി കണ്ട് തൊഴുതു, നന്നായിട്ട് പ്രാർത്ഥിച്ചു. അപ്പം ഇന്ന് തന്നെ ആയിക്കോട്ടെ നമ്മുടെ ചാനലിലെ കുറച്ച് മാസങ്ങൾക്ക് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ഒന്നും ഞാനങ്ങ് കരുതി. അങ്ങനെ ഇഡ്ഡലി സാമ്പാറും കഴിച്ചങ്ങോട്ട് തുടങ്ങി. കൂട്ടത്തിലൊരു സിനിമയും കാണാം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പൂർവാധികം ശക്തിയോടുകൂടി ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. എന്നെ സ്നേഹിച്ച, എന്നെ സപ്പോർട്ട് ചെയ്ത, എനിക്കൊരു വിഷമം വന്നപ്പോൾ എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി. കുറേ പേർക്കൊന്നും കാര്യങ്ങളൊന്നും വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവില്ല, എന്നാൽ അതങ്ങനെ ഇരുന്നോട്ടെ അല്ലേ. ഞാൻ എന്തായാലും വീണ്ടും ഹാപ്പി ആയിട്ട് നമ്മുടെ ചാനലിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം എന്താ എനിക്കിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കുറേ മാസങ്ങളിൽ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിപ്രഷൻ പോലൊരു ഫേസിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. തുടർച്ചയായിട്ട് ഒരുപാട് ലോസസ് അല്ലെങ്കിൽ ഒരുപാട് ഫെയിലുവേഴ്സ് കിട്ടി എനിക്കങ്ങ് വല്ലാതായിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് ഓരോന്നാക്കിയെടുത്ത സംഭവങ്ങളെല്ലാം എങ്ങനെയൊക്കെയോ വലിയ രീതിയിൽ തകർന്നു പോയി. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഓരോ നിലയാക്കി കെട്ടിക്കൊണ്ടുവന്ന ഒരു കൊട്ടാരം പെട്ടെന്നൊരു കാറ്റിൽ അങ്ങ് താഴെ പോയി. ആ കൊട്ടാരത്തിനോടൊപ്പം വേറെ കുറേ കാര്യങ്ങൾ ഞാൻ കഷ്ടപ്പെട്ടതും വെറും വെള്ളത്തിൽ വരച്ച വര പോലെ. അപ്പം ഇതെല്ലാം കൂടി ചേർന്ന് എനിക്കത് വല്ലാത്തൊരവസ്ഥയായി മാറി. ഞാൻ ആഹാരം കഴിക്കുന്നില്ല, ഞാൻ എൻ്റെ ഇഷ്ടമുള്ളവരോട് മിണ്ടുന്നില്ല, കുളിക്കുന്നില്ല, നനയ്ക്കുന്നില്ല, ഒരു പണി എടുക്കുന്നില്ല. അവസ്ഥയിലൂടെയായിരുന്നു ഞാൻ കടന്നു പോയത്. എക്സ്പെഷ്യലി എൻ്റെ ഒരു ബർത്ത്ഡേ മന്തൊക്കെ എനിക്ക് ഭയങ്കര മോശമായിട്ടൊരു മാസമായിരുന്നു. ഒരു മോശമുണ്ടെങ്കിൽ അതിനൊരു നല്ല കാലം തീർച്ചയായിട്ടും ഉണ്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു കേട്ടോ. അയാളിപ്പം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. പുള്ളിക്കാരി പറഞ്ഞതുപോലെ തന്നെ എൻ്റെ മോശം കാലഘട്ടമൊക്കെ മാറി ഇപ്പം എനിക്കൊരു നല്ല സമയം വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു നല്ല സൂചനയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പോൾ എന്താണ്, എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ ഈ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ. അപ്പം എനിക്കതിൻ്റെ അകത്തുനിന്ന് വേറൊരു ഹാപ്പിനെസ് കിട്ടിയ കാര്യവും ഞാൻ അറിയിച്ചിരിക്കുന്നത് അവരോട് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായാലും വീണ്ടും പൂർവാധികം ശക്തിയോട് കൂടി തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇന്ന് മുതൽ തിരിച്ചു വരും കേട്ടോ. സത്യം പറഞ്ഞാൽ കുറേ നാളായി ഞാൻ ഇങ്ങനെ ഇരുന്നൊരു വീഡിയോ ചെയ്തിട്ട്, ഒരു വോയിസ് ഓവർ ചെയ്തിട്ട് എനിക്ക് ഒന്നിനും അങ്ങോട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ആ തകർച്ചയിൽ നിന്ന് എനിക്ക് അങ്ങോട്ട് ഉയർത്തെഴുന്നേക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ചെയ്തുകൊണ്ട് വന്നിരുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ ഡ്രോപ്പായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയൊരു ഡിപ്രഷനിലേക്ക് എന്നെ വിടാതെ എന്നെ പിടിച്ചു നിർത്തിയ കുറച്ച് ആൾക്കാരുണ്ട്. എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ഫാമിലി. അവരെനിക്ക് യൂട്യൂബ് ഫാമിലി എന്ന് മാത്രം പറയാൻ പറ്റില്ല കേട്ടോ, അതുപോലെ തന്നെ അവർ സപ്പോർട്ട് ചെയ്തു. എൻ്റെ വിഷമങ്ങളിരുന്ന് കേട്ടു, നല്ലൊരു ലിസണറിനെ പോലെ ഇരുന്ന് കേട്ടിട്ട് എനിക്കതിന് നല്ലൊരു മോട്ടിവേഷൻ തന്നു. ഐശ്വര്യ ഞങ്ങളുണ്ട്, ചേച്ചിക്ക് ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പം അവരോടൊക്കെ ഞാൻ ആദ്യം ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവരൊക്കെ എൻ്റെ ഒരു നല്ല ഭാഗമാണ് ഇപ്പോൾ എൻ്റെ ലൈഫിൽ കേട്ടോ. എനിക്ക് അത്രയ്ക്ക് അവരെയൊക്കെ ഇഷ്ടമാണ്, അവർക്ക് തിരിച്ചു കേട്ടോ. സോ നമ്മുടെ കഷ്ടപ്പാടിലും നമ്മുടെ നല്ല സമയത്തും കൂടെ ഉണ്ടാവുന്നവരാണ് നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സത്യം കേട്ടോ അത്. ചിരിക്കുമ്പോൾ കൂടി ചിരിക്കാൻ ഒരുപാട് ആൾക്കാർ കാണും, പക്ഷെ കരയുമ്പോൾ അങ്ങനെ ആരും കാണില്ല. ആ പാട്ട് പോലെ തന്നെ അങ്ങനെയാണ്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, എനിക്ക് നല്ല കുറച്ച് ബന്ധങ്ങൾ, നല്ല കുറച്ച് റിലേഷൻഷിപ്സ് കിട്ടി കേട്ടോ. അപ്പം താങ്ക് യു ഗായ്സ്, താങ്ക് യു ഫോർ ദ സപ്പോർട്ട് ആൻഡ് ലവ്. താങ്ക് യു സോ മച്ച് ഗായ്സ്, ഐ ലവ് യു ഓൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഈ വട്ടം ഒരു ഗീവ് അവേ കൊടുക്കാം. നമ്മുടെ ഒരു പുതിയ തുടക്കമല്ലേ, നമ്മുടെ ഒരു റീസ്റ്റാർട്ട് അല്ലേ. അപ്പം നമുക്കൊരു പുതിയ തുടക്കത്തിന് എന്തുകൊണ്ടും ഇപ്പോൾ ആപ്റ്റായിട്ടുള്ളത് ഒരു ഗീവ് അവേ ആണ്. അപ്പം നമ്മളൊരു ഗീവ് അവേ അനൗൺസ്മെൻറ്റും കൂടി ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഗീവ് അവേയിൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഐറ്റംസൊക്കെ പറ്റി ഞാൻ പിന്നീട് പറയാം. എന്തായാലും ഗീവ് അവേ നിങ്ങൾക്ക് വേണോ എങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും കമൻറ്റ് ചെയ്യണം.
അപ്പം ഗീവിൻ്റെ ഐറ്റംസ് എന്താണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഗീവ് അവേ വിന്നറിൻ്റെ ഗിഫ്റ്റ് എന്താ നോക്കണ്ടേ? ഗീവ് അവേ വിന്നർക്ക് നമുക്ക് അടിപൊളി ഒരു കഫ്താൻ കൊടുക്കാം. ഇതിന് കുറച്ച് ഷെയ്ഡ്സ് കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ വിന്നർക്ക് സെലക്ട് ചെയ്യാം ഏത് കളർ വേണമെന്ന്. ഇതുപോലൊരു ഗീവ് അവേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തായാലും ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. ഇതൊരു ഭയങ്കര പാർട്ടി വെയർ ആയിട്ടുള്ള കഫ്താനാണ്. നല്ലൊരു ഫംഗ്ഷനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് കേട്ടോ ഇത്. അപ്പം ഇത് സ്വന്തമാക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം, പിന്നെ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം എന്തൊക്കെ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ സ്ഥലവും. ഈ നമ്മുടെ കഫ്താൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു വീഡിയോ ഇതിൻ്റെ എൻഡിൽ ഞാൻ ഇട്ടേക്കാം കേട്ടോ. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് ഒരുപാട് നന്ദി. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും കാണും. നമുക്കിനി ഓണം ഗീവ് അവേ ഒക്കെ കൊടുക്കണ്ടേ? അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഉടനെ തന്നെ കാണും. ബൈ ബൈ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ. അപ്പോൾ നമ്മുടെ ഗീവ് അവേ ഗിഫ്റ്റ് വരുന്നത് ദാ ഈ കഫ്താനാണ്. ഇതിൻ്റെ ഏകദേശം ഒരു 4 കളർ ഷെയ്ഡ് നമ്മുടെ കയ്യിലുണ്ട്. ഇതൊരു ബ്ലാക്ക് ആൻഡ് റെഡ് കോംബോ വരുന്നതാണ്. ഇതിൻ്റെ ഇന്നറും അതുപോലെ തന്നെ ബോട്ടമും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കനകാമ്പര പൂക്കളെ ഓർമ്മയുണ്ടോ? ഈ കഫ്താനിലെ ഈ പൂക്കൾ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് കനകാമ്പരങ്ങളാണ്. ഒരു 90s കിഡിൻ്റെ മെമ്മറിയിൽ തമിഴ് സിനിമയിലെ നായികയുടെ തലയിൽ എപ്പോഴും ഉണ്ടാവാറുള്ളൊരു പൂവാണിത്. കൂടാതെ വീട്ടുമുറ്റത്ത് നനുത്ത് മണമില്ലാത്ത വളരെ നേർത്തായിട്ടുള്ള ഈ പൂക്കൾ എവിടെയോ ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അമ്മ ഇതെടുത്ത് മാല കെട്ടിത്തരുന്നത് ഓർമ്മയുണ്ട്. അതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നില്ല ഈ പൂക്കളോട്. മുല്ലപ്പൂവിൻ്റെ ഭംഗി കനകാമ്പരത്തിനില്ലല്ലോ, പക്ഷേ കനകാമ്പരത്തിൻ്റെ ഭംഗി മുല്ല. അപ്പം നമ്മൾ ഗീവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത് ഓഗസ്റ്റ് 15-നായിരിക്കും. അപ്പം എല്ലാവരും വേഗം വേഗം ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു ഗൈസ്.